ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോയാ ചങ്ക്സ് പൊട്ടറ്റോ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായി നമുക്കൊരു കുക്കർ ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലതായി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സബോള ആഡ് ചെയ്യാം. സബോളയും പച്ചമുളകും ആഡ് ചെയ്യാം. ഞാനിവിടെ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയാൽ മാത്രം മതിയാകും. അതിനുശേഷം ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതും കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്യാം. ടൊമാറ്റോയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എല്ലാം ഒന്ന് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി നല്ല മിക്സ് ചെയ്യാം. നല്ല മിക്സ് ചെയ്തതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളാണ് ഞാൻ ആഡ് ചെയ്തത്. ഇതും കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് മാജിക് ക്യൂബ് മസാലയാണ്. ഇത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയാകും. ഇത് ആഡ് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും. ഉള്ളത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. ഓപ്ഷണലാണ്. ഇല്ലെങ്കിൽ ഗരം മസാല മാത്രം ഇട്ടാലും മതിയാകും. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ആ മസാലയെല്ലാം അത് കഷ്ണത്തിലൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ ഗ്രേവി അതിനനുസരിച്ചിട്ട് വെള്ളം ഉപയോഗിക്കാം. വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 2 വിസിൽ വരുന്നത് വരെ സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളുടെ കറി റെഡിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.